السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وبه نستعين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. ثم أما بعد. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്നുണർത്തുകയും ഈ സത്യത്തിൻ്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. നമ്മളിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളെ കുറിച്ചാണ്. അതിൽ ഇന്നലെ ഉമാമ, അലി, അബ്ദുള്ള, ഹസൻ, ഹുസൈൻ, ഉമ്മു കുൽസൂം എന്നീ മഹത്തുക്കളെ കുറിച്ചാണ് നമ്മൾ ഏതാനും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കിയത്. ഇന്നത്തെ നമ്മുടെ വിഷയം അതിൻ്റെ തുടർ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളിൽ ഒരു മഹദിയും പിന്നീട് നബി കുടുംബത്തിൽ തന്നെ ഉള്ള ചില മഹത്തുക്കൾ. പേരമക്കളിൽ ശേഷിക്കുന്നത് സൈനബ് ബിന്ത് അലിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൗത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹ. ഹിജ്റയുടെ 5-ാം വർഷമാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹ ജനിക്കുന്നത്. കുട്ടിയായിരിക്കെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടുണ്ട്. അവർ കുട്ടിയായിരിക്കെ അവരുടെ ബാല്യത്തിലാണ് അവരുടെ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നത്. അലി റളിയല്ലാഹു തആല അൻഹു ഈ മഹദിയെ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫറിന് കല്യാണം കഴിച്ചു കൊടുത്തു. ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ ഉമ്മു കുൽസൂമിനെ കുറിച്ച് പറഞ്ഞു. അലിയാരുടെ മകൾ ഉമ്മു കുൽസൂം. യഥാർത്ഥത്തിൽ അലി ഉമ്മു കുൽസൂമിനെ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫറിന് കല്യാണം കഴിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ ഉമ്മു കുൽസൂമിനെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് അലി ഉമർ റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിച്ചു കൊടുക്കുകയും പിന്നീട് സൈനബ് എന്ന ഈ കുട്ടിയെ അലി റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന് കല്യാണം കഴിച്ചു കൊടുക്കുകയുണ്ടായി. ഈ സൈനബ് ബിന്ത് അലി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും പൂർണ്ണ സഹോദരിയാണ്, അഥവാ ഷഖീഖത്താണ്. വാപ്പയും ഉമ്മയും ഒത്ത സഹോദരിയാണ്, ഉമ്മു കുൽസൂമിനെ പോലെ തന്നെ. ഈ സൈനബ് റളിയല്ലാഹു അൻഹ അവരുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ ഷഹീദാകുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തിന് അഥവാ രക്തസാക്ഷിത്വത്തിന് ഈ മഹദി സാക്ഷിയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ശത്രുക്കൾക്കിടയിൽ വലയം ചെയ്യപ്പെട്ട ദിവസം സൈനബ് അടുത്തുണ്ട്. അപ്പൊ സൈനബ് പറയാണ്, ലൈതൽ മൗത്ത് അഅദമനിൽ ഹയാ അൽയൗം മാതത് ഉമ്മി ഫാത്തിമ വമാത അബി അലി വമാത അഖി ഹസൻ എന്ന് പറഞ്ഞവർ കരയുകയുണ്ടായി. അഥവാ മരണം എൻ്റെ ജീവൻ പിടിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എൻ്റെ ഉമ്മ ഫാത്തിമ മരണപ്പെട്ടു, എൻ്റെ വാപ്പ അലി മരണപ്പെട്ടു, എൻ്റെ സഹോദരൻ ഹസനും മരണപ്പെട്ടു എന്ന് പറഞ്ഞവർ പ്രയാസപ്പെട്ടിരിക്കെ അവർ ബോധരഹിതയായി. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ പെങ്ങൾ ബോധരഹിതയായി കിടക്കുന്നത് കണ്ടപ്പോൾ അല്പം വെള്ളം കൊണ്ടുവന്ന് അവരുടെ മുഖത്ത് തെളിയിക്കുകയും അങ്ങനെ അവർ ബോധമുണർന്നതിൽ പിന്നെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവരെ ഉപദേശിച്ചു. സൈനബിനോട് സഹോദരൻ ഹുസൈൻ പറഞ്ഞത്, ഇത്തഖില്ലാഹ് വഅലമി അന്ന അഹ്ലൽ അർദി യമൂതൂൻ വഅന്ന അഹ്ലസ് സമാ ലാ യബ്ഖൂൻ വഅന്ന കുല്ല ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹല്ലാഹ് അബിയ ഖൈറും മിന്നി വഉമ്മി ഖൈറും മിന്നി വഅഖി ഖൈറും മിന്നി വലിയ വലഹും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന.
ബോധരഹിതയായി കിടക്കുന്ന പെങ്ങൾ സൈനബിന്റെ മുഖത്തേക്ക് വെള്ളം തെളിയിച്ച് അവരെ ബോധത്തിൽ ഉണർത്തിയതിനു ശേഷം ഹുസൈൻ കർബലയിൽ വെച്ച് ഷഹീദാകുന്നതിന് മുമ്പ് തന്റെ പെങ്ങളെ ഉപദേശിച്ചതാണ്. ഇത്തഖില്ല, പെങ്ങളെ നീ അള്ളാഹുവിനെ സൂക്ഷിക്ക്. വാലമി, നീ മനസ്സിലാക്ക്. അന്ന അഹ്ലൽ അർദി യമൂതൂൻ, ഭൂമിയിലുള്ളവരെല്ലാം മരിക്കും. വ അന്ന അഹ്ലസ് സമാ ലാ യബ്ഖൂൻ, വാനത്തിലുള്ളവർ അവർ ശേഷിക്കുകയില്ല. വ അന്ന കുല്ല ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹല്ലാഹ്, അല്ലാഹു ഒഴിച്ച് ബാക്കിയുള്ളതിനെല്ലാം നാശം ഭവിക്കും. എന്നിട്ട് ഹുസൈൻ പറഞ്ഞു, അബിയ ഖൈറും മിന്നി, എന്റെ വാപ്പ എന്നേക്കാൾ ശ്രേഷ്ഠനായിരുന്നു. ഉമ്മി ഖൈറും മിന്നി, ഉമ്മ എന്നേക്കാൾ ശ്രേഷ്ഠവതിയായിരുന്നു. വ അഖിയ ഖൈറും മിന്നി, എന്റെ സഹോദരൻ ഹസൻ, അദ്ദേഹം എന്നേക്കാൾ ശ്രേഷ്ഠനായിരുന്നു. വലിയ വലഹും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, എനിക്കും അവർക്കും അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പ എന്നേക്കാൾ ശ്രേഷ്ഠനായിരുന്നു, ഉമ്മയും സഹോദരനും ഒക്കെ എന്നേക്കാൾ ശ്രേഷ്ഠനായിരുന്നു. അവരൊക്കെ മരിച്ചുപോയി. ഞങ്ങൾക്കും അവർക്കും, എനിക്കും അവർക്കുമൊക്കെ റസൂലുള്ളാഹിയിൽ മാതൃക ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ മരണം എന്നെയും മാടി വിളിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നീ അക്ഷമയാകണ്ട എന്ന അർത്ഥത്തിലാണ് സഹോദരി സൈനബ് ബിൻത് അലിയിനെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ച് ഉപദേശിക്കുന്നത്. എന്നിട്ട് ഹുസൈൻ തന്റെ പെങ്ങളോട് പറഞ്ഞത്, അല്ല തശുഖി അലയ്യ ജൈബ വലാ തഖ്മുശി അലയ്യ വജ്ഹ വലാ തദഈൻ അലയ്യ ബിൽ വൈലി വസ്സുബൂർ ഇൻ ഹലക്ത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യോപദേശമാണ് പെങ്ങളോട്. എന്താ? ഞാൻ മരണപ്പെട്ടാൽ നീ ഒരിക്കലും എനിക്ക് വേണ്ടി മുറവിളി കൂട്ടരുത്, മുഖം മാന്തി പിളർത്തി അതേപോലെ മാറത്തടിച്ച് നീ കരയരുത് എന്ന് പെങ്ങൾ സൈനബിനോട് മരണപ്പെടുന്നതിന് മുമ്പ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഉപദേശിക്കുകയുണ്ടായി എന്നാണ്. അപ്പൊ ഇവിടെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു സഹോദരി സൈനബ് ബിൻത് അലി റളിയല്ലാഹു അൻഹുമയെ വിളിച്ചു പറയുന്നത്, അല്ലാ തശുഖി അലയ്യ ജൈബ വലാ തഖ്മുശി അലയ്യ വജ്ഹ എന്നാണ്. ഞാൻ മരണപ്പെട്ടതിൽ നീ ഒരിക്കലും മാറത്തടിച്ച് കരയണ്ട, മുഖം മാന്തി പറിക്കണ്ട, അതേപോലെ തന്നെ നാശവും കോപവും വിളിച്ചു കൂവണ്ട എന്നുള്ളതാണ്. ഇതിൽ പാഠം ഉൾക്കൊണ്ട് സൈനബ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വം അവർ കണ്ടു. അതേപോലെ തന്നെ ഹുസൈന്റെ കുടുംബത്തിൽ ഹുസൈന്റെ മക്കൾ, നമ്മൾ സംസാരിക്കാൻ പോകുന്ന അലി സൈനുൽ ആബിദീൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഹുസൈന്റെ മക്കൾ, ആൺമക്കൾ കർബലയിൽ ഷഹീദായി. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ആൺമക്കൾ ഷഹീദായി. ഈ നമ്മൾ സംസാരിക്കുന്ന ഹുസൈന്റെ പെങ്ങൾ സൈനബ് ബിൻത് അലിയുടെ രണ്ട് മക്കൾ ഔനുൽ അക്ബറും മുഹമ്മദും ഹുസൈനോടൊപ്പം കർബലയിൽ ഷഹീദായി. രണ്ട് മക്കളാണ്, 4 മക്കളാണ് കർബലയിൽ അവരുടേത് പങ്കെടുത്തതിൽ. അതിൽ രണ്ടും ഷഹീദായി, മുഹമ്മദും ഔനുൽ അക്ബറും. എന്നിട്ടും തന്റെ സഹോദരന്റെ അന്ത്യോപദേശം ശിരസ വഹിച്ച് സൈനബ് ഒരിക്കലും ആർത്തു വിളിക്കുകയോ അട്ടഹസിക്കുകയോ ചെയ്തില്ല. അവർ ക്ഷമാപൂർവം വിഷയം കൈകാര്യം ചെയ്യുകയാണ് ചെയ്തത്. പറയുമ്പോൾ കർബലയിൽ മുഹറം 10-നാണ് ഹുസൈനും നബി കുടുംബത്തിലെ ഈ മെമ്പർമാരും ഷഹീദാകുന്നത്. മുഹറം 11-ന് നബി കുടുംബത്തിലെ ഈ മഹദികളെ ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് സിറിയയിലേക്ക് കൊണ്ടുപോവുകയാണ്. സിറിയയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവരെ കൊണ്ടുപോയിട്ട് നബി കുടുംബത്തിലെ മെമ്പർമാർ ഹുസൈൻ അടക്കമുള്ളവർ ഷഹീദായ മണ്ണിൽ അവർ ശുഹദാക്കളായി കിടക്കുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ വേദനയിലാണ് നബി കുടുംബത്തിലെ ഈ മെമ്പർമാർ ആ രംഗം കാണുകയുണ്ടായത്. അവർക്കതിൽ വലിയ വേദനയുണ്ടായിരുന്നു. പക്ഷേ ഈ സൈനബ് സഹോദരൻ ഹുസൈന്റെ വസിയത്തിനെ മാനിച്ച് മുഖവിലക്കെടുത്ത് ഒരിക്കലും അക്ഷമ കാണിക്കുകയുണ്ടായില്ല എന്ന് അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സൈനബിന്റെ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമാണ്. നമ്മൾ ഈ ഒരു
സംസാരം ഇവിടെ ശ്രവിക്കുമ്പോൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ആദരണീയമായ കുടുംബമാണ്. നബി കുടുംബത്തിലെ വിശ്വാസികൾ അവരേറെ ശ്രേഷ്ഠരാണ്. നബി കുടുംബത്തിലെ മെമ്പർമാർ, അതിൽ ഔലിയാക്കൾ, മഹത്തുക്കൾ, അവരാണ് ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും ദുനിയാവിൽ ഇത് സഹിക്കുകയും ചെയ്തത്. അവരുടെ രക്തസാക്ഷിത്വമാണ് നമ്മൾ കേൾക്കുന്നത്. അതിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ ഭൂമിക്കുപരിയിൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾ അവർ എത്ര മഹത്തരമുള്ളവരാണെങ്കിലും അവർ മനുഷ്യരാണ്. മനുഷ്യർ എന്ന നിലക്ക് അവർ പല വിപത്തുകൾക്കും പല മുസീബത്തുകൾക്കും ഇരയാകും എന്നുള്ളതാണ്. ഒരു ഉപദ്രവവും ഒരു പരീക്ഷണവും ഇല്ലാത്തത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. മനുഷ്യർ എന്ന നിലക്ക് മനുഷ്യർ അവർ എത്ര മഹത്തുക്കളായാലും ആ പോരായ്മയും കുറവും അവർക്കുണ്ടാകും എന്നുള്ളതാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫുൽ ഖൽഖാണ്. നബിയുടെ ദറജക്ക് ശേഷമാണ് നബി കുടുംബത്തിലെ ഈ മെമ്പർമാരുടെയൊക്കെ സ്ഥാനമുള്ളത്. അത് അലിയായാലും ഫാത്തിമയായാലും ഹസനായാലും ഹുസൈൻ ആയാലും ഉമ്മു കുൽസൂം ആയാലും സൈനബ് ആയാലും എല്ലാവരുടെയും സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്തിന് താഴെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിൽ സംബന്ധിച്ചപ്പോൾ തിരുനബിയുടെ നെറ്റിയിൽ വെട്ടേറ്റ്, മുൻപല്ലുകൾ പൊട്ടി, കവിളിൽ കീറി, അതേപോലെ പെരടിയിൽ വെട്ടേറ്റ് ഒരു മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിലേറ്റ മുറിവിൽ സങ്കടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പൊ തിരുനബിയുടെ ഭൂമുഖം അത് ശത്രുവിന്റെ ആയുധത്താൽ മുറിവേറ്റിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്കൃഷ്ടനായിട്ടും ആദമിന്റെ മക്കളിൽ അതിശ്രേഷ്ഠനായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനേൽക്കുന്ന പ്രയാസങ്ങൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാം തികഞ്ഞവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിശ്വാസ വിഷയം ആളുകൾ രൂഢമൂലമാക്കേണ്ടതുണ്ട്. സ്വന്തം ശരീരത്തിലേൽക്കുന്ന മുറിവുകൾ, പ്രയാസങ്ങൾ തടുക്കുവാൻ, അത് തനിക്ക് ഏൽക്കുമെന്നത് അറിയുവാൻ കഴിയാത്ത റസൂലിനെയും അതേപോലെ നബി കുടുംബത്തിലെ മെമ്പർമാരെയുമാണ് നമ്മൾ ഈ ചരിത്രത്തിലൂടെ വായിക്കുന്നത്. മഹദികൾ, മഹത്തുക്കൾ അവരനുഭവിച്ച യാതനകളാണ് നമ്മൾ കേൾക്കുന്നത്. സ്വന്തം ശരീരത്തിന് വരുന്ന ഈ അപകടങ്ങൾ, തന്റെ കുടുംബത്തിന് ഏൽക്കാൻ പോകുന്നതായ അപകടങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ് അവർ അടർക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നത്, ശത്രുവിന്റെ മുഖത്തേക്കും ആയുധങ്ങളിലേക്കും നയിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ഇവരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇന്ന് പ്രത്യേകിച്ച് ഷിയാ ലോകം അവർക്കൊരു മുസീബത്ത് ഉണ്ടായാൽ, അവർക്കൊരു ദുരിതമുണ്ടായാൽ അവർ രക്ഷക്ക് തേടുന്നത് ഇവരോടാണ്. ഹുസൈനെ വിളിച്ച് നെഞ്ഞത്തടിക്കുന്ന ഷിയാക്കളെ കാണാൻ സാധിക്കും. യാ ഹുസൈൻ, യാ ഹുസൈൻ എന്ന് പറഞ്ഞ് ഹുസൈനോട് സങ്കടപ്പെടാണ്. അവരുടെ ദുരിതങ്ങൾ പോകാൻ, മുസീബത്തുകൾ വഴിമാറാൻ ഹുസൈനെ വിളിക്കുകയാണ്. ആ ഹുസൈന് ഷഹീദായ രംഗാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. അദ്ദേഹത്തിന്റെ മടിയിലാണ് അദ്ദേഹത്തിന്റെ മക്കൾ പെടഞ്ഞു മരിക്കുന്നത്. കുടിവെള്ളത്തിന് കേഴുകയാണ് അദ്ദേഹം. ആ വെള്ളം പോലും നിഷേധിച്ചാണ് അദ്ദേഹം ഷഹീദാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഹുസൈനെ വിളിച്ച് തന്റെ പ്രയാസങ്ങൾ ആവലാതിപ്പെടുന്ന, സങ്കടങ്ങൾ ബോധിപ്പിക്കുന്ന മനുഷ്യന്മാരെ കാണാൻ സാധിക്കും. അത് ഷിയാക്കളുടെ മാത്രം പ്രത്യേകതയല്ല. പിന്നെയോ ഷിയായിസത്തിൽ സ്വാധീനിക്കപ്പെട്ട പല സുന്നികളുടെയും അവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് ജീലാനിയെയും ഷെയ്ഖ് റിഫായിയെയും നബി കുടുംബത്തിലെ ശുഹദാക്കളെയും മറ്റുമൊക്കെ വിളിച്ചിട്ട് നമ്മൾ ആളുകളും മുസീബത്ത് ഉണ്ടാകുമ്പോൾ തേടുന്നത്, രോഗം മാറാൻ ആവലാതിപ്പെടുന്നത്, പ്രയാസങ്ങൾ വഴിമാറാൻ സങ്കടപ്പെടുന്നത്. അത് വലിയ ദുരന്തമാണ്. ഇത്തരം ചരിത്രങ്ങൾ അതിന്റെ നേരായ പക്ഷവായന നടത്തുന്നതിൽ ആളുകൾക്ക് വന്ന വീഴ്ച കുറവാണ്. ശരിയായ അഖീദ ഓതി പഠിക്കുന്നതിൽ ആളുകൾക്ക് വന്ന പോരായ്മയാണത് എന്ന് ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ സംസാരിച്ചത് നബി കുടുംബത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളാണ്. അതിൽ അവസാനത്തേത് സൈനബ് ബിൻത് ഹുസൈൻ, സൈനബ് ബിൻത് അലി റളിയല്ലാഹു തആല അൻഹു, അലിയാരുടെ മകൾ സൈനബ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പേരമക്കൾ
അവരിൽ ചിലർ നമ്മൾ പഠിക്കേണ്ട വ്യക്തിത്വങ്ങളാണ്. ഹുസൈൻ റളിയല്ലാഹു തആലാന്റെ മക്കളായി അലി സൈനുൽ ആബിദീൻ ഉണ്ട്. ഈ അലി സൈനുൽ ആബിദീൻ എന്ന ആൺകുട്ടി മാത്രമാണ് ഹുസൈൻ റളിയല്ലാഹു തആലാനുവിന് ശേഷിച്ചത്. പിന്നീട് ഹുസൈന്റെ പെൺമക്കളുണ്ട്. അതിൽ ഫാത്തിമയും അതേപോലെ സുകൈനയും. അലി സൈനുൽ ആബിദീനും ഫാത്തിമയും സുകൈനയും ഹുസൈന്റെ മക്കളിൽ പ്രത്യേകം പഠനമർഹിക്കുന്ന 3 കഥാപാത്രങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് അലി സൈനുൽ ആബിദീൻ. ഈ അലി സൈനുൽ ആബിദീൻ മാത്രമാണ് കർബലയിൽ മരിക്കാതെ ശേഷിച്ച ഹുസൈന്റെ ഏകപുത്രൻ. അദ്ദേഹം രോഗിയായിരുന്നു. രോഗിയായത് കാരണത്താൽ അദ്ദേഹത്തെ വധിക്കാതെ ശത്രുക്കൾ ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. കാരണം രോഗം കാരണത്താൽ അദ്ദേഹത്തിന് യുദ്ധമുഖത്ത് പോരാടി നിൽക്കാൻ സാധിച്ചിരുന്നില്ല. ഈ അലി സൈനുൽ ആബിദീൻ അദ്ദേഹം സുലാഫ അല്ലെങ്കിൽ ഗുസാല എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹദിയെയാണ് കല്യാണം കഴിച്ചിരുന്നത്. അതിൽ അദ്ദേഹത്തിന് മുഹമ്മദുൽ ബാഖിറും അതേപോലെ തന്നെ സെയ്ദ് ഇബ്നുൽ അലി സൈനുൽ ആബിദീൻ എന്നൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. വേറെയും മക്കളുണ്ട്. പക്ഷെ ഇതിൽ മുഹമ്മദുൽ ബാഖിർ അതേപോലെ സെയ്ദ് എന്നിവർ പ്രസിദ്ധരാണ്. മുഹമ്മദുൽ ബാഖിർ ഷിയാക്കൾ അവരുടെ ഇമാമുമാരെ എണ്ണുമ്പോൾ അലി, ഹസൻ, ഹുസൈൻ പിന്നെ മുഹമ്മദുൽ ബാഖിറാണ്. മുഹമ്മദുൽ ബാഖിർ പ്രസിദ്ധനാണ്, പണ്ഡിതനാണ്. മുഹമ്മദുൽ ബാഖിറിന് അൽ ബാഖിർ എന്ന പേര് തന്നെ വരാൻ കാരണം അദ്ദേഹത്തിന്റെ പാണ്ഡിത്യമാണ്. അദ്ദേഹം ജീവിച്ച നാളിൽ വിജ്ഞാന സാഗരമായിരുന്നു അദ്ദേഹം. വിജ്ഞാനങ്ങൾ പഠനവിധേയമാക്കി, വിജ്ഞാന വിഷയങ്ങൾ പഠനവിധേയമാക്കി വിജ്ഞാനങ്ങളിൽ അടങ്ങിയ രഹസ്യങ്ങളെ ചോർത്തുന്നത് കാരണത്താലാണ് അദ്ദേഹത്തിന് അൽ ബാഖിർ എന്ന പേര് തന്നെ വീണത്. അലി സൈനുൽ ആബിദീൻ അദ്ദേഹം വിനയാന്വിതനായിരുന്നു, ദാനശീലനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദാര്യത്തെ അനുസ്മരിക്കും വിധമായിരുന്നു അദ്ദേഹത്തിന്റെ ഔദാര്യം എന്നുള്ളതാണ്. വളരെ സുന്ദരനായിരുന്നു അലി സൈനുൽ ആബിദീൻ. അദ്ദേഹം യസ്ദജർദ് എന്ന ആലി സാസാൻ രാജാവിന്റെ മകളെയാണ് കല്യാണം കഴിച്ചിരുന്നത്. അവർ ഒരു മൗലയായിരുന്നു. ആ മൗലയെയാണ് അലി സൈനുൽ ആബിദീൻ കല്യാണം കഴിച്ചിരുന്നത്. അലി സൈനുൽ ആബിദീൻ സാഹിബു സിർരി സദഖ എന്നാണ്. രഹസ്യ സാഹിബു സദഖത്തി സിർ, രഹസ്യ സദഖയുടെ വാക്താവായിരുന്നു എന്നാണ്. മദീനയിലാണ് അദ്ദേഹം പൂജാതനായത്. മദീനയിൽ തന്നെയാണ് അലി സൈനുൽ ആബിദീൻ മരണപ്പെട്ടതും. അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് മദീനയിൽ ഉണ്ടായിരുന്ന യതീമുകൾക്കും വിധവകൾക്കും രാവുകളിൽ ഭക്ഷണം എത്തുമായിരുന്നു എന്നാണ്. ആരാണ് അവർക്ക് ഭക്ഷണം എത്തിച്ചിരുന്നത് എന്ന് അവർക്കറിയുമായിരുന്നില്ല. മദീനയിലെ വിധവകൾക്കും യതീമുകൾക്കും അറിയുമായിരുന്നില്ല. അലി സൈനുൽ ആബിദീൻ മരിച്ചപ്പോൾ പിന്നീട് ഈ ഭക്ഷണം ഒഴുകുന്നത് നിലക്കുകയാണ്. അതിൽ പിന്നെയാണ് ആ വിധവകളും യതീമുകളും അറിഞ്ഞത് ഞങ്ങൾക്കുള്ള ഭക്ഷണം എത്തിച്ചിരുന്നത് ഹുസൈന്റെ മകൻ അലി സൈനുൽ ആബിദീനാണ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ചുമലിൽ കറുത്ത 2 അടയാളം ആളുകൾ കണ്ടു എന്നാണ്. അത് അദ്ദേഹം ഭക്ഷണ സാധനങ്ങൾ വിധവകൾക്കും യതീമുകൾക്കും ചുമന്നു കൊണ്ടുപോയതിന്റെ തഴമ്പായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാതാവിന് പുണ്യം ചെയ്യുന്നതിൽ വലിയ പേരുകേട്ട വ്യക്തിയായിരുന്നു അലി സൈനുൽ ആബിദീൻ. സ്വന്തം ഉമ്മ സുലാഫ അല്ലെങ്കിൽ ഗുസാല എന്ന് പറയുന്ന മഹദിയെ വളരെയധികം പരിരക്ഷിക്കുന്ന ഒരു അനുഗ്രഹീത മകനായിരുന്നു അലി സൈനുൽ ആബിദീൻ. അദ്ദേഹം ഉമ്മയുമായി ഒത്തിരുന്ന് ഭക്ഷിക്കുമായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉമ്മയോടൊത്തിരുന്ന് ഭക്ഷിക്കാത്തത്? അപ്പൊ അലി സൈനുൽ ആബിദീൻ പറയാണ്, ഞാനും ഉമ്മയോടൊത്തിരുന്ന് ഭക്ഷിക്കുമ്പോൾ എൻ്റെ ഉമ്മ തിന്നണമെന്ന് പറഞ്ഞ് കണ്ണുവെച്ച ഒരു ഭക്ഷണം പദാർത്ഥം അത് ഉമ്മയെ മുൻകടന്ന് ഞാൻ എടുത്തു തിന്നാലോ? അത് കാരണത്താലാണ് ഞാൻ ഉമ്മയോടൊപ്പം ഒരു തളികയിൽ ഇരുന്ന് ഭക്ഷിക്കാത്തത് എന്ന് അലി സൈനുൽ ആബിദീൻ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി എന്നാണ്. അദ്ദേഹം കരയുമായിരുന്നു.
അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പൊ അദ്ദേഹം പറയുകയാണ്, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് യൂസുഫ് എന്ന ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ ആ പുത്ര വിയോഗത്താൽ കരഞ്ഞ് യാക്കൂബിന്റെ കണ്ണ് വെളുത്തു പോവുകയും കാഴ്ച പോവുകയും ചെയ്തു. ഒരു കുഞ്ഞാണ് യാക്കൂബിന് നഷ്ടപ്പെട്ടത്. എന്നാൽ നബി കുടുംബത്തിലെ 14 പേർ എന്റെ കൺമുമ്പിലാണ് കെർബലയിൽ പിടഞ്ഞു മരിച്ചത്. അത് കാരണത്താലാണ് ഞാൻ കരയുന്നത്, എനിക്ക് എന്റെ ദുഃഖം എന്റെ മനസ്സിൽ നിന്ന് പോകാത്തത് എന്ന് അലി സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ടായിരുന്നു എന്നാണ്. ഈ അലി സൈനുൽ ആബിദീൻ ജീവിച്ച നാളിൽ അദ്ദേഹം ആളുകൾക്കിടയിൽ വലിയ പ്രസിദ്ധനായിരുന്നു. ആളുകൾ വളരെയധികം ഗാംഭീര്യത്തിൽ അദ്ദേഹത്തെ കണക്കാക്കുന്ന വ്യക്തിയായിരുന്നു. മക്കത്തെ ഹറമിൽ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്, അദ്ദേഹം ഭരണാധികാരിയാണ്. ഹിഷാം ബിൻ അബ്ദുൽ മലിക് ഉംറയ്ക്ക് വേണ്ടി വരികയുണ്ടായി. അപ്പൊ ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിന്റെ ചുറ്റും, ഭരണാധികാരി എന്ന നിലക്ക് അദ്ദേഹത്തിന് ചുറ്റും ആളുകൾ ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ സമയം ഹറമിലേക്ക് അലി സൈനുൽ ആബിദീൻ ഇറങ്ങി വന്നപ്പോ ആളുകൾ ഭരണാധികാരിയെ വിട്ട് അലി സൈനുൽ ആബിദീനൊപ്പം കൂടി. എന്നിട്ട് അലി സൈനുൽ ആബിദീനൊപ്പം ആളുകൾ തവാഫ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഹിഷാം ചോദിച്ചു, ആരാണ് വന്നത്? ആളുകൾ ചോദിച്ചു, ആരാണത്? അപ്പോൾ ഹിഷാം ബിൻ അബ്ദുൽ മലിക് പ്രതികരിച്ചത് അലി സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ അല്പം താഴ്ത്തി സംസാരിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഹിഷാമിന്റെ മനസ്സിൽ ഒരു പ്രയാസം ഉടലെടുത്ത്. കാരണം തന്റെ ചുറ്റും ഉണ്ടായിരുന്ന ആളുകളാണ് ഒന്നായിട്ട് അങ്ങോട്ട് ഒഴുകിയത് അലി സൈനുൽ ആബിദീൻ വന്നപ്പോ. അപ്പൊ താഴ്ത്തി സംസാരിച്ചപ്പോ ഫറസ്ദക് അമവികളുടെ ഖിലാഫത്തിലെ പ്രസിദ്ധ കവിയാണ്. കവിതയിലൂടെ ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിനോട് പ്രതികരിച്ചു എന്നാണ്. എന്താ ഫറസ്ദക് പറഞ്ഞത്? ഹാദല്ലദീ തഅരിഫുൽ ബത്ഹാ വതഅതഹു വൽബൈതു യഅരിഫുഹു വൽഹില്ലു വൽഹറമു. ഹാദല്ലദീ തഅരിഫുൽ ബത്ഹാ വതഅതഹു. മക്ക ഒന്നിച്ചറിയുന്ന വ്യക്തിയെയാണ് നിങ്ങൾ ഇകഴ്ത്തിയത്. വൽബൈതു യഅരിഫുഹു വൽഹില്ലു വൽഹറമു. കഅബയും അതേപോലെ തന്നെ ഹറമല്ലാത്ത നാടുകളും അറിയുന്ന വ്യക്തിയാണ് ഈ വന്ന അലി സൈനുൽ ആബിദീൻ എന്നാണ് ഫറസ്ദക് ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിനോട് പ്രതികരിച്ചത്. ഫറസ്ദക് പറഞ്ഞു, ഇദാ റഅത്ഹു ഖുറൈശുൻ ഖാല ഖായിലുഹാ ഇലാ മകാരിമി ഹാദാ യൻതഹിൽ കറമു. ഇദ്ദേഹത്തെ ഖുറൈശികൾ കണ്ടാൽ ഖുറൈശികൾ പറഞ്ഞു പോകും, ഔദാര്യവും ആദരവും ഇദ്ദേഹത്തിലാണ് ചെന്ന് നിൽക്കുന്നത്. നമ്മ അലി സൈനുൽ ആബിദീന്റെ മഹത്വം വർണ്ണനയാണ് ഹിഷാമിനെ അവിടെ വെച്ച് ഫറസ്ദക് അറിയിക്കുന്നത്. ഹാദ ബിനു ഫാത്തിമത ഇൻ കുൻത തജ്ഹലുഹു ബിജദ്ദിഹി അംബിയാഉല്ലാഹി ഖദ് ഖുതിമു. ഫറസ്ദക് പറയാണ്, ഹാദ ബിനു ഫാത്തിമത, നിങ്ങൾ നിസ്സാരമായി പറഞ്ഞ ഈ വ്യക്തി ഉണ്ടല്ലോ, അത് ഫാത്തിമയുടെ മകനാണ്. ഇൻ കുൻത തജ്ഹലുഹു, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ. വബിജദ്ദിഹി അൽ അംബിയാഉ ഖദ് ഖുതിമു, ഇദ്ദേഹത്തിന്റെ വല്യാപ്പയ, അദ്ദേഹത്തിലൂടെയാണ് നബിമാരുടെ ശൃംഖലക്ക് അന്ത്യം കുറിക്കപ്പെട്ടത്. ഹാദ ബിനു ഖൈരി ഇബാദില്ലാഹി കുല്ലിഹിമു ഹാദ തഖിയ്യുൻ നഖിയ്യു താഹിറുൽ അലമു എന്ന് പറഞ്ഞ് അലി സൈനുൽ ആബിദീന്റെ മഹത്വങ്ങൾ ഹിഷാം ബിൻ ഇബ്നു അബ്ദുൽ മലിക്കിന് ഫറസ്ദക് കേൾപ്പിക്കുകയുണ്ടായി എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നബി കുടുംബത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളിൽ ഹുസൈന്റെ മകൻ അലി സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ഈ ഇമാം, അദ്ദേഹം പണ്ഡിതനായിരുന്നു, ഏറെ മഹത്വങ്ങളുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം സഹാബികളുടെ വിജ്ഞാന സദസ്സിൽ ചെന്നിരിക്കുമെന്നാണ്. സഹാബികൾ ഹദീസുകൾ പഠിപ്പിക്കുമ്പോൾ ആ സദസ്സിൽ ചെന്ന് അലി സൈനുൽ ആബിദീൻ ഇരിക്കുമെന്നാണ്.
അപ്പൊ സഹാബികൾക്ക് പ്രയാസാണ്. നബി കുടുംബത്തിലെ മെമ്പറാണ് തങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറയുമെന്നാണ്, നിങ്ങൾ എന്തിനാണ് ഈ സദസ്സിൽ വന്നിരിക്കുന്നത് ഞങ്ങളുടെ മുമ്പിൽ? അപ്പോൾ അലി സൈനുൽ ആബിദീൻ പറയുമെന്നാണ്, വിജ്ഞാനം തേടി ചെല്ലുകയാണ് വേണ്ടത്, വിജ്ഞാനത്തെ അന്വേഷിച്ച് ചെല്ലുകയാണ് വേണ്ടത്. വിജ്ഞാനം ആരെയും അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുകയില്ല എന്ന് അലി സൈനുൽ ആബിദീൻ പറയാറുണ്ടായിരുന്നു എന്നാണ്. അത് അദ്ദേഹത്തിന്റെ വിനയമാണ് അറിയിക്കുന്നത്, അലി സൈനുൽ ആബിദീന്റെ. അങ്ങനെയാണ് അദ്ദേഹം വിജ്ഞാന കുതുകിയായതും വലിയ പണ്ഡിതനായി വളരുകയും ചെയ്തത്. അദ്ദേഹം അറിവ് അന്വേഷിക്കുന്നതിൽ, അറിവ് തേടുന്നതിൽ ഒരിക്കലും പിശുക്കനായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം അറിയിക്കുന്നത്. ഹിജ്റയുടെ 94 അലി സൈനുൽ ആബിദീൻ മരിക്കുന്നത്. അദ്ദേഹത്തിന് കുറെ മക്കൾ ഉണ്ടായിരുന്നു. ആ മക്കളിൽ ഏറ്റവും പ്രസിദ്ധനായത് ഒന്ന് സെയ്ദ് ബിൻ അലിയാണ്, മറ്റൊന്ന് മുഹമ്മദുൽ ബാഖിറാണ്. ഈ സെയ്ദ് ബിൻ അലിയിനെ അന്നത്തെ രാഷ്ട്രീയ വിപ്ലവകാരികൾ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ പിടികൂടി അദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടായത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, സിയർ ആലാമുൻ നുബലായിലൊക്കെ അദ്ദേഹത്തെ 4 വർഷം ക്രൂശീകരിച്ചിരുന്നു എന്നാണ്. ഈ അലി സൈനുൽ ആബിദീന്റെ മകൻ സെയ്ദ് ഇബ്നു അലിയിന്. മുഹമ്മദുൽ ബാഖിർ അതേപോലെ പ്രസിദ്ധനാണ്. മുഹമ്മദുൽ ബാഖിർ അത് അലി സൈനുൽ ആബിദീന്റെ മക്കളിൽ ഏറ്റവും പ്രസിദ്ധനും പ്രമുഖനുമാണ്. മുഹമ്മദുൽ ബാഖിർ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ, മുഹമ്മദുൽ ബാഖിർ കല്യാണം കഴിച്ചത് ഞാനിവിടെ മുമ്പ് ഉണർത്തിയിരുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി ഉമ്മു ഫർവയെയാണ്. ഈ ഉമ്മു ഫർവ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി ഖാസിമിന്റെയും മറ്റൊരു പേരക്കുട്ടി അസ്മാഇന്റെയും മകളാണ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ മുഹമ്മദിന്റെ മകനാണ് ഖാസിം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാന്റെ മകളാണ് അസ്മ. ഖാസിം അസ്മ ദമ്പതികളുടെ മകനാണ് മകളാണ് ഉമ്മു ഫർവ. ഈ ഉമ്മു ഫർവയെയാണ് അലി സൈനുൽ ആബിദീന്റെ മകൻ മുഹമ്മദുൽ ബാഖിർ കല്യാണം കഴിച്ചത്. അങ്ങനെ മുഹമ്മദുൽ ബാഖിർ ഉമ്മു ഫർവ ദമ്പതികളുടെ മകനാണ് ഇമാം ജാഫർ അസാദിഖ്. അപ്പൊ ജാഫർ സാദിഖിന്റെ ഉമ്മായുടെ മാർഗേണയുള്ള പ്രപിതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ജാഫർ സാദിഖിന്റെ ഉപ്പ മുഹമ്മദുൽ ബാഖിർ, വല്യാപ്പ അലി സൈനുൽ ആബിദീൻ, പ്രപിതാവ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെയാണ്. അപ്പൊ ഹിജ്റയുടെ 80 ജാഫർ സാദിഖ് കുട്ടി ഉണ്ടാകുന്നത്. ജാഫർ സാദിഖിന്റെ ഉമ്മ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ വരെ ആലും അസ്ഹാബും അഥവാ നബി കുടുംബവും സഹാബത്തും എത്രമാത്രം യോജിപ്പിലും രമ്യതയിലുമാണ് കഴിച്ചു കൂട്ടിയിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ്. ആൽ എന്ന് പറഞ്ഞാൽ നബി കുടുംബാണ്, അസ്ഹാബ് എന്ന് പറഞ്ഞാൽ സഹാബത്താണ്. ഹിജ്റയുടെ 80 ഈ വിവാഹം നടക്കുന്നത്. അപ്പൊ അന്ന് വരെ സഹാബത്തും അതേപോലെ നബി കുടുംബവും എത്രമാത്രം സ്നേഹത്തിലാണ് ജീവിച്ചിരുന്നത് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു തആലയുടെ മക്കളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതിൽ അലി സൈനുൽ ആബിദീനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ മുഹമ്മദുൽ ബാഖിർ എന്ന അലി സൈനുൽ ആബിദീന്റെ മകനെ കുറിച്ച് പറഞ്ഞത്. ഹുസൈൻ റളിയല്ലാഹു തആലയുടെ മകളാണ് ഫാത്തിമ, അതേപോലെ സുക്കൈന. ഈ രണ്ടു പേരുമായി ബന്ധപ്പെട്ട ചില ചരിത്രമുണ്ട്. അതിൽ ഫാത്തിമ ബിന്തുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം കർബലയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹിജ്റയുടെ 61 കർബല. അന്നാണ് ഹുസൈൻ റളിയല്ലാഹുവിന് ഷഹീദാകുന്നത്. ഈ കർബലയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു മകൾ ഫാത്തിമയെ സഹോദരൻ ഹസനിന്റെ മകൻ അൽ ഹസനുൽ മുസന്ന എന്ന് പറയുന്ന വ്യക്തിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അതായത് ഹുസൈൻ റളിയല്ലാഹുവിന്റെ സഹോദരൻ ഹസൻ. ഈ ഹസന് അൽ ഹസനുൽ മുസന്ന എന്ന ഒരു മകൻ ഉണ്ടായിരുന്നു, പ്രസിദ്ധനാണ് അദ്ദേഹം. ഈ ഹസനുൽ മുസന്നക്ക് ഹുസൈൻ തന്റെ മകൾ ഫാത്തിമയെ കല്യാണം കഴിച്ചു കൊടുത്തു. ആ കല്യാണം കഴിഞ്ഞ ഉടനെയാണ് ഹുസൈൻ റളിയല്ലാഹുവിന് കർബലയിലേക്ക് പോകുന്നത്, കൂഫയിലേക്ക് പോകുന്നത്. അവിടെ വെച്ചാണ് ഹുസൈൻ റളിയല്ലാഹുവിന് ഷഹീദാകുന്നത്.
ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്തിന് സാക്ഷിയാണ് നമ്മളുടെ കഥാപാത്രമായ ഫാത്തിമ ബിന്തുൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹ. ഈ ഫാത്തിമ അവരുടെ വല്ലുമ്മയായ ഫാത്തിമയോട് ഏറെ സാദൃശ്യമുള്ള മഹദിയായിരുന്നു എന്നാണ്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകൾ ഫാത്തിമയുടെ ഉമ്മ ഉമ്മു ഇസ്ഹാഖ് ആണ്. ഉമ്മു ഇസ്ഹാഖ് ഉബൈദുള്ള തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. തൽഹത്ത് ബിൻ ഉബൈദില്ല സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ മകളാണ് ഉമ്മു ഇസ്ഹാഖ്. ഉമ്മു ഇസ്ഹാഖിനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിരുന്നു. അതിലുണ്ടായ കുട്ടിയാണ് ഈ ഫാത്തിമ ബിന്തുൽ ഹുസൈൻ. അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം കർബലയിൽ പോയി ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത് അവർ കാണുകയാണ്. അങ്ങനെ അവർ പറയാണ്, ഉപ്പയും എൻ്റെ പിതൃവ്യനും അതേപോലെ എൻ്റെ പിതൃവ്യന്റെ മക്കളും എൻ്റെ സഹോദരനുമൊക്കെ മരണപ്പെടുന്നത് ഞാൻ നോക്കിക്കാണുകയുണ്ടായിട്ടുണ്ട്. അവസാനം ഈ ഫാത്തിമയെ നമ്മൾ ആദ്യം സംസാരിച്ച അലിയാരുടെ മകൾ സൈനബിനോടൊപ്പം അതേപോലെ നബി കുടുംബത്തിലെ ഇതര മഹദികളോടൊപ്പം സിറിയയിലേക്ക് കൊണ്ടുപോവുകയാണ് കർബലയിൽ നിന്ന്. അങ്ങനെ സിറിയയിൽ നബി കുടുംബത്തിലെ ഈ മഹദികളും അതേപോലെ അലി സൈനുൽ ആബിദീനും യസീദിന്റെ മുമ്പിൽ എത്തിച്ച്, യസീദാണ് അന്നത്തെ ഭരണാധികാരി. യസീദിന്റെ അടുക്കൽ എത്തിയപ്പോൾ ഈ ഫാത്തിമ യസീദിനോട് വാചാലമായി സംസാരിച്ചു. അവർ യസീദിനോട് സംസാരിച്ച വിഷയത്തിൽ ഒന്ന് അവർ പറഞ്ഞത് യസീദിനോട്, ആ ബനാത്തു റസൂലില്ല സബായ, അള്ളാഹുവിന്റെ റസൂലിന്റെ പെൺമക്കൾ അവർ യുദ്ധബന്ദികളാണോ എന്ന് യസീദിനോട് ചോദിച്ചു. കാരണം യസീദുമായി കർബലയിൽ നിന്നാണ് ഈ സ്ത്രീകൾ പിടിക്കപ്പെടുന്നത്. ഒരു യുദ്ധത്തെ തുടർന്നാണ് ഇവർ പിടിക്കപ്പെടുന്നത്. എന്നിട്ട് അവർ സിറിയയിലേക്ക് നയിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ മനസ്സിലാക്കിയത് തങ്ങളെ ഒരു ബന്ദികളാക്കി കൊണ്ടുപോകുക എന്നാണ്. അതുകൊണ്ട് ഹുസൈന്റെ മകൾ ഫാത്തിമ യസീദിനോട് ചോദിച്ചു, ആ ബനാത്തു റസൂലില്ല സബായ, റസൂലുള്ളാന്റെ പെൺമക്കൾ യുദ്ധബന്ദികളാണോ? അപ്പൊ യസീദ് ഈ ഫാത്തിമയോട് പ്രതികരിച്ചത്, ബൽ ഹറായിറു കിറാം, നിങ്ങൾ ബന്ദികളല്ല, നിങ്ങൾ ആദരണീയരായ സ്വതന്ത്ര സ്ത്രീകളാണെന്ന് പറഞ്ഞ് യസീദ് ഈ മഹദികളെ യസീദിന്റെ മക്കളുടെ അടുക്കലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. ഫാത്തിമ പറയാണ്, യസീദിന്റെ പെൺമക്കളുടെ അടുക്കലേക്ക് ഞങ്ങൾ പ്രവേശിച്ചപ്പോൾ യസീദിന്റെ പെൺമക്കളെല്ലാം ഹുസൈനും കുടുംബവും കർബലയിൽ രക്തസാക്ഷികളായതിനാൽ അവർ കരയുകയായിരുന്നു എന്നാണ്. അവർ കരയുകയായിരുന്നു. കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നബി കുടുംബത്തിലെ പെൺമക്കളെ യസീദിന്റെ പെൺമക്കൾ വീട്ടിലേക്ക് സ്വീകരിച്ചത് എന്നാണ്. യസീദ് പിന്നീട് ഇവർക്ക് സ്വാതന്ത്ര്യം നൽകി, ഒന്നുകിൽ അവിടെ കഴിയാൻ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം പറയാൻ. അപ്പോൾ ഫാത്തിമ ബിന്തുൽ ഹുസൈനും സൈനബ് ബിന്തു അലിയും യസീദിനോട് പറഞ്ഞത്, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ എത്തിയാൽ മതി എന്നാണ്. അങ്ങനെ മദീനയിലേക്ക് യസീദ് ഇവരെ നിയോഗിക്കുകയാണ്. വളരെ ആദരപൂർവം സിറിയയിൽ നിന്നൊരു വ്യക്തിയെ ഇവർക്ക് കാവൽക്കാരായി നിശ്ചയിച്ചുകൊണ്ട് യസീദ് സിറിയയിൽ നിന്ന് പിന്നീട് മദീനയിലേക്ക് നബി കുടുംബത്തിലെ ഈ മഹദികളെ ഫാത്തിമ അതേപോലെ സൈനബ് ബിന്ത് അലി ഇവരെ എല്ലാവരെയും അയക്കുകയുണ്ടായി എന്നാണ്. ഈ ഫാത്തിമയുടെ വ്യക്തിത്വം അറിയിക്കുന്ന ഒരു സംഭവം ഇമാം തബരി താരീഖിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താ? ഈ ഫാത്തിമ യസീദിന്റെ അടുക്കൽ നിന്ന് മദീനയിലെത്തി. യസീദ് സിറിയയിൽ നിന്ന് നിയോഗിച്ച ഒരു വ്യക്തിയുടെ സംരക്ഷണത്തിലാണ് നബി കുടുംബത്തിലെ ഈ പെൺമക്കൾ മദീനയിലെത്തുന്നത്. മദീനയിൽ ഇവരെത്തിയപ്പോൾ ഈ ഫാത്തിമ തന്റെ അമ്മായിയായ സൈനബ് ബിന്ത് അലിയോട് പറയാണ്, നമുക്ക് കാവലായി വന്ന ഈ വ്യക്തി എത്ര മഹാനാണ്, എത്ര ആദരപൂർവമാണ് നമ്മളോട് ഇയാൾ പെരുമാറിയത്. അതുകൊണ്ട് നമുക്ക് ഇയാൾക്ക് എന്തെങ്കിലും സമ്മാനം നൽകണ്ടേ എന്ന് ഈ ഫാത്തിമ പറഞ്ഞു എന്നാണ്. അപ്പോൾ അവരുടെ സ്വത്തായി കാണുന്നത് അവരുടെ ആഭരണങ്ങൾ മാത്രമാണ്. അപ്പോൾ ഫാത്തിമ തൻ്റെ 2 വളകളും ചില ആഭരണങ്ങളും അഴിച്ചെടുത്തു. അതേപോലെ നബി കുടുംബത്തിലെ സ്ത്രീകളും അവരെ തുടർന്ന്
അവരുടെ വളകൾ ഊരി ഈ ആഭരണങ്ങൾ ഒരു കിഴിയാക്കിയിട്ട് അവരെ സിറിയയിൽ നിന്ന് മദീനയിലേക്ക് എത്തിച്ച ആ സിറിയക്കാരന്, യസീദിന്റെ അനുയായിക്ക് അവർ സമ്മാനമായിട്ട് നൽകി. ഫാത്തിമ അയാളോട് പറഞ്ഞത്, ഞങ്ങളുടെ ആഭരണങ്ങൾ മാത്രമാണ് ഒരു സമ്മാനമായിട്ട് നിങ്ങളുടെ ഈ നല്ല പ്രതികരണത്തിന് പാരിതോഷികം തരാനുള്ളത്, അതുകൊണ്ട് ഇത് സ്വീകരിച്ചാലും. അപ്പോൾ ആ സിറിയക്കാരൻ അന്ന് ഫാത്തിമയോട് പറഞ്ഞത്, ഞാൻ ദുനിയാവ് കണ്ടിട്ടായിരുന്നു നിങ്ങളെ ആദരിച്ചിരുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ ഈ ആഭരണം വാങ്ങി പോകുമായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളെ ആദരിച്ചതും ബഹുമാനിച്ചതും അള്ളാഹുവിനെ കണ്ടിട്ടാണ്. നിങ്ങൾ നബി കുടുംബമാണ് എന്ന ആദരവിനാലാണ്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നബി കുടുംബത്തോടുള്ള ആദരവ് അത് നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ ആഭരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ആ സിറിയക്കാരൻ മദീനയിൽ നിന്ന് സിറിയയിലേക്ക് യാത്ര തിരിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഫാത്തിമ ബിന്തുൽ ഹുസൈൻ, ഹുസൈന്റെ മകൾ ഫാത്തിമ എന്ന മഹദിയെ കുറിച്ചാണ്. അവർ ഏറെ സ്ഥാനമുള്ള മഹത്വമുള്ള മഹദിയായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അവർ വിവാഹിതരായ അതേ നാളുകളിലാണ്, അല്ലെങ്കിൽ അതിനെ തുടർന്ന് വിവാഹത്തെ തുടർന്നാണ് അവർ കർബലയിൽ സംബന്ധിക്കുകയുണ്ടായത്. ഹുസൈന്റെ രക്തസാക്ഷിത്വം നേരിൽ കണ്ട മഹദിയാണ് ഹുസൈന്റെ മകൾ ഈ ഫാത്തിമ. അതേപോലെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറ്റൊരു മകളാണ് സുകൈന. ഈ സുകൈന, അവരുടെ യഥാർത്ഥ പേര് ആമിന എന്നാണ്. ഈ സുകൈനയുടെ മാതാവ് റുബാബ് ബിന്ത് ഇംറുൽ ഖൈസ് ആണ്. റുബാബ് ബിന്ത് ഇംറുൽ ഖൈസ് എന്ന മഹദിയെ ഹുസൈൻ കല്യാണം കഴിച്ചിരുന്നു. അതിൽ അവർക്കുണ്ടായ കുട്ടിയാണ് ആമിന. ഈ ആമിന എന്ന പേര് നിലനിർത്തി അവർക്ക് റുബാബ് ഇട്ട പേരാണ്, വിളിപ്പേരാണ് സുകൈന എന്നുള്ളത്. സുകൈനയും വളരെ മഹത്വമുള്ള ഒരു സ്ത്രീയായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രിമാരിൽ പ്രസിദ്ധയായിരുന്നു അവർ. ഹുസൈനോടൊപ്പം കർബലയിലേക്ക് ഈ സുകൈനയും പുറപ്പെടുകയും അതേപോലെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ വിഷമതയിൽ പ്രയാസത്തിൽ അവരും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മിസ്അബ് ബിൻ സുബൈർ ആയിരുന്നു സുകൈനയെ കല്യാണം കഴിച്ചിരുന്നത്. സുകൈന വളരെ സ്ഥാനമുള്ള ഒരു മഹദിയായിരുന്നു. അവർ പ്രത്യേകം ശ്രദ്ധേയമായ ഒരു കഥാപാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ മിസ്അബ് ബിൻ സുബൈറിന്റെ ജീവിതത്തിലെ ഒരു അഭിലാഷമായിരുന്നു ഈ മഹദിയായ സുകൈനയെ കല്യാണം കഴിക്കുക എന്നുള്ളത്. സുകൈനയെ മിസ്അബ് കല്യാണം കഴിച്ചു. അവരുടെ ദാമ്പത്യ ജീവിതം തുടരുന്ന കാലഘട്ടത്തിലാണ് കൂഫയിൽ വെച്ച് ചില അക്രമികൾ മിസ്അബ് ബിൻ സുബൈറിനെ വധിക്കുകയുണ്ടായത്. മിസ്അബ് ബിൻ സുബൈർ വധിക്കപ്പെട്ടപ്പോൾ ആ യുദ്ധത്തിൽ മിസ്അബിനോടൊപ്പം സുകൈന ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. കൂഫക്കാർ തന്റെ ഭർത്താവ് മിസ്അബിനെ കൊന്നപ്പോൾ സുകൈന അവിടെ വെച്ച് ഉച്ചത്തിൽ കൂഫക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ഖതൽതും ജദ്ദി വഖതൽതും അബി വഖതൽതും അമ്മി വഖതൽതും സൗജി മിസ്അബ. അല്ലാഹുവാണ് സത്യം, കൂഫക്കാരെ, നിങ്ങൾ എന്റെ വല്യാപ്പ അലിയിനെ കൊന്നു, എന്റെ വാപ്പ ഹുസൈനെ കൊന്നു, എന്റെ പിതൃ സഹോദരൻ ഹസനെ നിങ്ങൾ കൊന്നു, ഇപ്പോൾ എന്റെ ഭർത്താവ് മിസ്അബിനെയും നിങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സുകൈന പറഞ്ഞത്, ഞാൻ കുട്ടിയായ പുഫക്കാരെ നിങ്ങൾ എന്നെ യതീമാക്കി, ഞാൻ വയസ്സായപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്നെ വിധവയുമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കൂഫക്കാരോട് ഈ സുകൈന പ്രസംഗിച്ചത് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഏറെ മഹത്വമുള്ള മഹദിയായിരുന്നു ഈ സുകൈന ബിന്തുൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ. സഹോദരന്മാരെ, നമ്മളിവിടെ സംസാരിച്ചു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളിൽ ചിലരെ കുറിച്ചാണ്. ആ പേരമക്കളുടെ ചരിത്രം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്ന ചരിത്രങ്ങളാണ് എന്നതിനാലാണ് ഈ മഹദികളെയും മഹാന്മാരെയും നമ്മളിവിടെ അനുസ്മരിക്കുന്നത്. നമുക്ക് അഭിമാനിക്കുവാനും നമുക്ക് പാഠം ഉൾക്കൊള്ളുവാനും ഈ മഹത്തുക്കളാണുള്ളത്. ഇന്ന് മുസ്ലിമീങ്ങൾ ഊറ്റം കൊള്ളുന്നതും അഭിമാനിക്കുന്നതും പല പേരുകളിലും പല ആളുകളിലുമാണ്. പല നായകന്മാർ, നായകിമാർ, അതേപോലെ തന്നെ കലാകാരന്മാർ, കലാകാരികൾ, അതേപോലെ സ്പോർട്സ് താരങ്ങൾ,
മുസ്ലിമീങ്ങൾക്ക് അഭിമാനിക്കുവാൻ അങ്ങനെ കുറെ കഥാപാത്രങ്ങളായിരിക്കുകയാണ്. മുസ്ലിമീങ്ങളുടെ മനസ്സുകളിൽ നിന്ന് മറഞ്ഞ അസ്തമിച്ച പേരുകളാണ് ഇത്തരം സുന്ദരമായ പേരുകൾ. നബി കുടുംബത്തിലെ ഈ മെമ്പർമാർ, യഥാർത്ഥത്തിൽ ഇവരുടെ ചരിത്രം അതാണ് നമുക്ക് ആത്മീയമായ വളർച്ചയും ധാർമ്മികമായ ഉന്നമനവും നൽകുന്നതായ ചരിത്രം. ഈ മഹത്തുക്കൾ അവർ നമുക്ക് മുമ്പേ സ്വർഗത്തിലേക്ക് പാറിപ്പോയവരാണ്. ഇവരുടെ പിന്നാലെ സ്വർഗത്തിലേക്ക് പോകണം എന്ന് കൊതിക്കുന്നവർ ഇവർ സഞ്ചരിച്ച ഋജുമാർഗേണ സഞ്ചരിക്കുകയും അവരുടെ ആദർശം ഉൾക്കൊള്ളുകയും അവർ അഭിമാനം കൊണ്ടതിൽ നമ്മൾ അഭിമാനം കൊള്ളുകയും ചെയ്യണം എന്നുള്ളതാണ്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.